ഹലോ ഗൈസ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. ഈ തിരക്കിട്ട ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ പണ്ടെപ്പോഴൊക്കെ പോയ യാത്രയുടെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ ഗൈസ്. ഇപ്പോൾ ആ ഓർമ്മകൾ തേടിയുള്ള യാത്രയാണ് ഈ യാത്ര. ഓരോ നിമിഷത്തിലും സ്നേഹവും നിറച്ച് ജീവിതം എത്ര തിരക്കിട്ടാലും ചില ഓർമ്മകൾ എന്നും മാറ്റമില്ലാതെ നിലനിൽക്കുമെന്ന് ഓരോ യാത്രയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെയാ, ഞങ്ങളുടെ കൂടെ പോരുമല്ലേ? നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് കുട്ടിക്കാനം. ചൂടധികമില്ലാത്ത തണുപ്പുള്ള കാലാവസ്ഥയാണ് കുട്ടിക്കാനത്തിന്റെ മറ്റൊരു ഭംഗി. പഴയ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കഥകൾ ഉറങ്ങിക്കിടക്കുന്ന ഈ മണ്ണിൽ ഓരോ ചരിത്ര സ്മാരകത്തിനും പറയാൻ ഏറെ ഉണ്ടാവും. രാജകീയ പ്രൗഢിയും ബ്രിട്ടീഷ് ഭരണത്തിന്റെ ശേഷിപ്പുകളും ഇവിടുത്തെ കെട്ടിടങ്ങളിലും തോട്ടങ്ങളിലും ഇന്നും ദൃശ്യമാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എങ്ങോട്ടെന്ന് വെച്ചാൽ കുട്ടിക്കാനത്തുള്ള അമ്മച്ചി കൊട്ടാരത്തിലേക്കാണ്. കുറേ അധികം യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇതുപോലെ മനോഹരമായ ഒരു വഴിയിലൂടെ ആദ്യമായിട്ടാണ് യാത്ര. ഞങ്ങളിപ്പോൾ പോകുന്ന ഈ ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 മണി 3 മണിക്ക് ഇടയ്ക്കാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര അനുഭവം തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും മനോഹരമായ ഒരു കാട്ടിൽ കൂടെ ഇങ്ങനെ ഒരു യാത്ര, അതിൻ്റെ ഒരു ഫീല് ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതിവിടെ വന്ന് അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ്. ഞങ്ങൾ ഇങ്ങോട്ട് കയറിയ ടൈമിൽ ഒരു വണ്ടിയോ ഒരു മനുഷ്യനെ പോലും ഇവിടെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് കയറിയ സമയത്ത്. പേടിയൊക്കെ വന്ന് തുടങ്ങിയെന്ന് പറഞ്ഞാലും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ചങ്കൾ കൂടെ ഉള്ളപ്പോൾ എന്ത് പേടിക്കാനാണ്? അല്ലെങ്കിൽ നമ്മളിങ്ങനെ യാത്രയൊക്കെ പോകുന്ന ടൈമിൽ കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ യാത്രയ്ക്ക് ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ കുറച്ച് പേടിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചല്ലേ, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. അത്രയ്ക്ക് മനോഹരമായ ഒരു കാട്ടിലൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അങ്ങനെ ഇവിടെ ഒരു വണ്ടി കണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് എൻ്റെ കുറച്ച് പേടി മാറിയത്. ഇവിടെ എന്തായാലും ആൾക്കാരുണ്ടാവും എന്ന് ഉറപ്പായി. അങ്ങനെ ഞങ്ങൾ അമ്മച്ചി കൊട്ടാരത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കൊട്ടാരത്തിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതൊരു അത്ഭുതം തന്നെയാണ് ഗൈസ്. ഇത്ര മനോഹരമായ ഒരു കൊട്ടാരം ഇത്രയും വർഷമായിട്ടും ഇത്രയ്ക്ക് മനോഹരമായിട്ട് തന്നെ ഇങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതം തന്നെയാണ് ഗൈസ്. ഈ കൊട്ടാരം ഇപ്പം നോക്കി നടത്തുന്നത് ഈ അപ്പച്ചനാന്ന് തോന്നുന്നു. ഈ അപ്പച്ചനോട് ഒറ്റയ്ക്കാണ് താമസം. എന്തായാലും ഈ അപ്പച്ചനെ സമ്മതിക്കണം. ഈ രാത്രിയിലൊക്കെ ഈ കൊട്ടാരത്തിൽ ഒറ്റയ്ക്ക് എങ്ങനെ കടന്നുറങ്ങണം. അങ്ങനെ നമ്മുടെ അപ്പച്ചന് ചെറിയ ടിപ്പൊക്കെ കൊടുത്തിട്ട് നമ്മൾ ആ കൊട്ടാരത്തിനകത്തോട്ട് കയറാൻ പോവുകയാണ്. ഇപ്പം ചെറുതായിട്ടൊരു പേടിയൊക്കെ വന്നോന്നൊരു ഡൗട്ട്. എന്തെങ്കിലും ആവട്ടെ, അപ്പച്ചനൊട്ട് നടക്കാൻ പോലും മേലാട്ടോ. ഈ അപ്പച്ചനെ ഇവിടെ അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി കൊട്ടാരത്തിനകത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ അമ്മച്ചി കൊട്ടാരത്തിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പം സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ചെറിയ പേടി വന്നെങ്കിലും ഇത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് ഗൈസ്. എത്ര മനോഹരമായിട്ടാണ് ഇത് പണിത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കൊട്ടാരത്തിന്റെ ഹാളാണെന്ന്. ഈ ഹാളിൽ നിന്ന് വാതിലുകൾ ഒരുപാടുണ്ട്. എല്ലാ റൂമുകളിലോട്ടുള്ള വഴികളൊക്കെ ആയിരിക്കാം. എന്തായാലും ഞങ്ങൾ അകത്തോട്ടൊക്കെ ഒന്ന് കയറി നോക്കട്ടെ. ഇനി ഈ കൊട്ടാരത്തിനെ കുറിച്ച് കുറച്ച് ചരിത്രപരമായ കാര്യങ്ങൾ പറയാം. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ പാരമ്പര്യവും പ്രകൃതിയുടെ സൗന്ദര്യവും ഇവിടെ ഒത്തുചേരുന്നു. ഈ കൊട്ടാരം പണ്ടത്തെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വേനൽക്കാല വസതിയായിരുന്നു. വേനലിന്റെ ചൂടിൽ നിന്നും രക്ഷ നേടാനായിട്ടാണ് അവരിവിടെ താമസിച്ചിരുന്നത്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭാര്യമാരെ ആദരപൂർവ്വം അമ്മച്ചി എന്ന് വിളിച്ചത് കൊണ്ടാണ് ഈ കൊട്ടാരത്തിന് അമ്മച്ചി കൊട്ടാരം എന്ന പേര് ലഭിച്ചത്. ഗൈസ്, ചെറിയ പേടിയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിൽ നാഗവല്ലി വരുമ്പോൾ ഒരു BGM ഇല്ലേ, ആ BGM ഇപ്പോൾ കേട്ട് കഴിഞ്ഞാൽ ഇറങ്ങി ഓടുക എന്നല്ലാതെ വേറെ ഒരു നിവർത്തിയില്ല. ശരിക്കും ഈ കൊട്ടാരത്തിൽ പ്രേതബാധയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും ഇവിടെ ഒരു ശവപ്പെട്ടി ഇപ്പോൾ കാണുന്നുണ്ട്. അത് ആരുടെയാണെന്നതിനെ കുറിച്ച് നിലവിൽ അറിവൊന്നും ലഭിച്ചിട്ടില്ല. ഈ കൊട്ടാരത്തിൻ്റെ ഏറ്റവും വെളിച്ചം കുറഞ്ഞ ഭാഗത്താണ് ആ ശവപ്പെട്ടി ഇരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ പേടിയൊക്കെ വരും. അങ്ങനെ കൊട്ടാരത്തിനുള്ളിലെ മുഴുവൻ കാഴ്ചകൾ ഞങ്ങൾ കാണാൻ പറ്റിയില്ല. ഉള്ളിലോട്ടുള്ള റൂമുകളിലോട്ട് കയറാൻ പോയപ്പം അപ്പച്ചൻ പറഞ്ഞു അവിടെയെല്ലാം ആകെ തകർന്നിരിക്കുകയാണ്, ഓടെല്ലാം പൊളിഞ്ഞ് താഴെ വീഴുന്നു, എപ്പോൾ വേണമെങ്കിലും മൊത്തത്തിൽ ഇടിഞ്ഞ് വീഴാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഏകദേശം 200 വർഷത്തിലധികം പഴക്കമുള്ള ഈ കൊട്ടാരം ശ്രീ മൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ 1885 1924 കാലത്താണ് നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. എന്തായാലും ഈ കൊട്ടാരം ഒരു അത്ഭുതം തന്നെയാണ്. സാധാരണ നമ്മൾ ഈ കൊട്ടാരങ്ങളിലും അതുപോലെ തന്നെ തകർന്നു കിടക്കുന്ന വീടിനുള്ളിലൊക്കെ കയറുന്ന ടൈമിൽ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാം. പക്ഷേ ഈ കൊട്ടാരത്തിനുള്ളിൽ കയറിയിട്ട് എനിക്ക് യാതൊരുവിധ നെഗറ്റീവ് ഫീലും ഉണ്ടായിട്ടില്ല. പക്ഷേ പോസിറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ കൊട്ടാരം ഈ കാലഘട്ടത്തിൽ ഇത്ര മനോഹരമായിട്ട് കാണാൻ പറ്റിയത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. കുട്ടിക്കാലത്തിൻ്റെ മനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിന് നടുവിൽ മഞ്ഞും മഴയും പുണർന്ന് പഴമയുടെ പ്രൗഢിയോടെ ഈ കൊട്ടാരം നിലകൊള്ളുന്നു. കാർബൺ, ലൂസിഫർ തുടങ്ങിയ സിനിമാ ചിത്രീകരണത്തിലൂടെയും ഈ സ്ഥലം കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് പണിത കൊട്ടാരമാണെന്ന് പറഞ്ഞാൽ പോലും കാഴ്ചയിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുകയില്ല. അന്ന് അവർ ഇങ്ങനെ പണിത് വെച്ചോണ്ടല്ലേ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി കാണാൻ പറ്റുന്നത്. ഈ കൊട്ടാരത്തിന് ഈ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഒക്കെ വളരെ മനോഹരമാണെന്നുണ്ടെങ്കിലും അകത്തോട്ട് റൂമുകളിലോട്ടൊക്കെ കയറി ചെന്നാൽ ഏകദേശം തകർന്ന് കിടക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ കാഴ്ചകൾ ഞങ്ങൾ അവസാനം കാണിക്കുന്നത്. ശരിക്കും വലിയൊരു കാട്ടിൽ തന്നെയാണ് ഈ കൊട്ടാരം. ഞങ്ങൾ മെയിൻ റോഡിൽ നിന്ന് കൊട്ടാരത്തിലേക്കുള്ള വഴിയിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ആകെ കണ്ടത് ഒരു തമിഴ് സ്കൂൾ മാത്രമാണ്. അത് ഞങ്ങൾ വഴിതെറ്റിച്ചെന്ന് കണ്ട ഒരു സ്കൂളാണ്. അതല്ലാതെ ഒരു കടകളോ ഒരു വീടുകളോ ഒന്നും ഈ വരുന്ന വഴിയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ കാണുന്ന കാഴ്ചകളാണ് നമ്മുടെ വീഡിയോയിൽ തുടക്കം കാണിക്കുന്ന ആ കാട്. ഈ കൊട്ടാരമൊക്കെ ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും നശിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ ഈ കൊട്ടാരം കാണേണ്ടവർ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് കാണേണ്ടതാണ്. കാര്യം എന്ന് വെച്ചാൽ
മുന്നോട്ടിത് നമുക്കൊരു അത്ഭുതമായിട്ട് നമുക്ക് പിന്നെ കാണാനുണ്ടാവില്ല. അതിനു മുമ്പ് തന്നെ എല്ലാവരും ഇവിടെ വന്ന് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് ആസ്വദിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഈ അമ്മച്ചിക്കൊട്ടാരം വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം പ്രതീക്ഷിക്കുന്നു. ബൈ ബൈ. അമ്മച്ചിക്കൊട്ടാരം.